നഴ്സിംഗ് എക്സാംസിന് ABG എന്ന് ക്വസ്റ്റ്യൻ വരുമ്പം ABG ഇൻ്റർപ്രിട്ടേഷൻ ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരുമ്പം അത് ഏത് ടൈപ്പ് ആസിഡ് ബേസ് ഇംബാലൻസ് ആണെന്ന് എളുപ്പത്തിൽ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ജസ്റ്റ് 3 വാല്യൂസ് മാത്രം നോക്കിയിട്ട്, എന്ന് വെച്ചാൽ pH, PCO2, HCO3 നോക്കിയിട്ട്. ആദ്യം നമുക്ക് pH നോക്കാം. pH എന്ന് പറയുമ്പോൾ നോർമൽ pH ബ്ലഡിൻ്റെ 7.35 to 7.45 ആണ് അല്ലേ. 7.35 താഴെ പോയാൽ അത് ആസിഡോസിസ്, 7.45 മുകളിലോട്ട് പോയാൽ അത് ആൽക്കലോസിസ് ആണ്. കോമ്പൻസേറ്റഡ് ആണെങ്കിൽ നമുക്ക് pH മാത്രം നോക്കിയിട്ട് അസിഡോസ് ആണോ ആൽക്കലോസ് ആണോ എന്ന് കണ്ടെത്താൻ പറ്റില്ല, അത് വേറൊരു കാര്യം. ഇനി റെസ്പിറേറ്ററി ആണോ എന്ന് മനസ്സിലാക്കാൻ ഇത്രയും മാത്രം നോക്കിയാൽ മതി. PCO2 നോക്കുക. PCO2 പ്രൈമറി ചേഞ്ച് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിലാണ് പ്രൈമറി ചേഞ്ച് വരുന്നെങ്കിൽ അത് റെസ്പിറേറ്ററി അസിഡോസിസോ ആൽക്കലോസിസോ ആയിരിക്കും. നമുക്കറിയാം നോർമൽ കാർബൺ ഡയോക്സൈഡ് PCO2 നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 35 to 45 mOf/Hg ആണ്. 35 താഴെയാണെങ്കിൽ അത് റെസ്പിറേറ്ററി ആൽക്കലോസിസ്, 45 mOf/Hg കൂടുതലാണെങ്കിൽ അത് റെസ്പിറേറ്ററി അസിഡോസിസ്. ചുരുക്കി പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് കൂടിയാൽ റെസ്പിറേറ്ററി അസിഡോസിസ്, കാർബൺ ഡയോക്സൈഡ് കുറഞ്ഞാൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ്. അതുപോലെ തന്നെ HCO3 അല്ലെങ്കിൽ ബൈകാർബണേറ്റിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അത് മെറ്റബോളിക് അസിഡോസിസോ ആൽക്കലോസിസോ ആയിരിക്കും. നോർമൽ വാല്യൂ ഏകദേശം പറയുന്നത് 22 to 26 ആണ്. ചിലതിൽ 27 പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സ്റ്റാൻഡേർഡ് 22 to 26 എടുത്തു കഴിഞ്ഞാൽ MEq/ലിറ്റർ ബൈകാർബണേറ്റ് എടുത്താൽ, ബൈകാർബണേറ്റ് കൂടിയാൽ 27 അല്ലെങ്കിൽ 26 മുകളിലോട്ട് കൂടിയാൽ അത് മെറ്റബോളിക് ആൽക്കലോസിസ്. ബൈകാർബണേറ്റ് കുറഞ്ഞാൽ എന്ന് വെച്ചാൽ 22 MEq/ലിറ്ററിൽ താഴെ പോയാൽ അത് മെറ്റബോളിക് ആസിഡോസിസുമാണ്. ഇത് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റോം എന്ന് പറഞ്ഞിട്ട് ഒരു അക്രോണിം നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, റെസ്പിറേറ്ററി ഓപ്പോസിറ്റ് മെറ്റബോളിക് ഈക്വൽ. റെസ്പിറേറ്ററിയിൽ pHും എന്താ പറയുന്നത് മറ്റേ കാർബൺ ഡയോക്സൈഡ് വാല്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ pH കുറയുകയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് കുറയുമ്പോൾ pH കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെറ്റബോളിക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മെറ്റബോളിക് ഈക്വൽ എന്ന് വെച്ചാൽ ബൈകാർബണേറ്റ് അല്ലെങ്കിൽ HCO3 കൂടിയാൽ അതിൻ്റെ കൂട്ടത്തിൽ pHും കൂടും, ബൈകാർബണേറ്റ് കുറഞ്ഞാൽ pHും കുറയും. ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്, സേവ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് റീപോസ്റ്റ് ചെയ്യാം. പിന്നെ DH, HAD, MOH, പ്രോമെട്രിക്, എൻഗ്ലക്സാർ ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് റെഗുലർ ക്ലാസ്സസ്, ക്രാഷ് കോഴ്സസ് ഒക്കെ നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സും ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം.